എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ 2026 ഒക്ടോബർ 31-ന് അതിചാരമായി ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടകം രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം ഉത്രം അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകളടങ്ങിയിട്ടുള്ള കന്നിക്കൂറുകാർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ വരുമാനം എങ്ങനെ ഇരട്ടിക്കുമെന്നും പിന്നീട് 12-ലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും ഒപ്പം ചില മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്ന വർഷമാണിത്. കഴിഞ്ഞ 1 വർഷക്കാലമായി 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചിരുന്നതിനാൽ ജോലിയിൽ കടുത്ത മാനസിക സമ്മർദ്ദം, അമിത അധ്വാനം, മേലധികാരികളിൽ നിന്ന് അതൃപ്തി, തൊഴിൽ മാറ്റം തുടങ്ങി പലവിധ പ്രതിസന്ധികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നു കാണും. എന്നാൽ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക്, അതായത് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മാറുകയും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതുമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്ന സമയമാണിത്. തുടർന്ന് 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി 12-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങളും ഉണ്ടാകും. വരുമാനം അധികരിക്കുമെങ്കിലും അതോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കും. ശുഭകാര്യങ്ങൾക്കും പുണ്യസ്ഥല സന്ദർശനത്തിനും പണം ചെലവാക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ അവസരം ലഭിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം അകലെയാണെങ്കിലും മികച്ച ജോലി ലഭിക്കും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വിസ ലഭിക്കും. എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ട്രാവൽ ആൻഡ് ടൂറിസം, ഹെൽത്ത് കെയർ, ഫോറിൻ എക്സ്ചേഞ്ച് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. അവിവാഹിതരായവർക്ക് ദൂരദേശത്ത് നിന്ന് നല്ല വിവാഹാലോചനകൾ വരികയും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നോ ദൂരദേശങ്ങളിൽ നിന്നോ പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും. എന്നാൽ പുതിയ പങ്കാളികളുമായി ചേർന്ന് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി രേഖകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം വ്യാഴദൃഷ്ടി മൂലം പല അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കാനുള്ള യോഗമുണ്ടാകും. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കൂടാതെ ശത്രുക്കളുടെ ശല്യം കുറയുകയും ഇൻഷുറൻസ്, ചിട്ടി, പൂർവിക സ്വത്ത് എന്നിവയിലൂടെ ധനലാഭത്തിനും സാധ്യതയുള്ള സമയമാണിത്. തുടർന്ന് 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ 11-ാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നതിനാൽ സാമ്പത്തികപരമായി വലിയ ആശ്വാസം ഈ സമയത്ത് ലഭിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിനു ശേഷം കന്നിക്കൂറുകാർക്ക് വിദേശയോഗവും ആഗ്രഹ സാഫല്യവും മികച്ച സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂറ് ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ തുലാക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.